ഇൻസ്ട്രക്ഷൻ പ്രകാരം നിങ്ങൾ ചിത്രം വരക്കുന്നു ഇൻഡിവിജ്വലായിട്ട്. അതായത് ഏറ്റവും മികച്ച ചിത്രം എന്താണോ അത്. മുഖം വരയ്ക്കുന്നു. മുഖം വരയ്ക്കുന്നു. രണ്ടാമത് കണ്ണുകൾ വരയ്ക്കുന്നു. കണ്ണുകൾ വരയ്ക്കുന്നു. മൂന്നാമത് കാതുകൾ വരയ്ക്കുന്നു. കാതുകൾ എന്ന് പറഞ്ഞാൽ ചെവികൾ. ചെവികൾ വരയ്ക്കുന്നു. വരച്ചോ? 4 തല വരയ്ക്കുന്നു. തല വരയ്ക്കുന്നു. ഉടല് വരയ്ക്കുന്നു. ശരീരം, ബോഡി. ഉടല് വരയ്ക്കുന്നു. നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. വളരെ ഭംഗിയിൽ വരയ്ക്കുന്നവരൊക്കെ അത്ഭുതം തോന്നുന്നു. ഇത്രയും കഴിവുള്ള ആളുകളുണ്ടോ ഇവിടെ? ബോഡി. ദെൻ കാലുകൾ വരയ്ക്കുന്നു. കാലുകൾ വരയ്ക്കുന്നു. റെഡിയായോ? വരച്ചോ? യെസ് ഓർ നോ? കാലുകൾ വരച്ചോ? വരച്ചോ ഇല്ലയോ? വാല് വരയ്ക്കുന്നു. വാല് വരയ്ക്കുന്നു. രൂക്ഷമായിട്ട് തന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. വാലുകൾ വരച്ചോ? 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 തുമ്പിക്കൈയും കൊമ്പും വരയ്ക്കുന്നു. ട്രങ്ക് ആൻഡ് ടസ്ക്. തുമ്പിക്കൈയും കൊമ്പും വരയ്ക്കുന്നു. വരച്ചു കഴിഞ്ഞോ? ഒന്ന് കാണിച്ചെന്ന് ആരുടെങ്കിലും ചിത്രം നമുക്ക് അനുകൂലമായിട്ട് വല്ലതും ഉണ്ടോ നോക്കട്ടെ. 1 2 വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. അതായത് ഇതുവരെ കാണാത്ത ജീവിതമൊക്കെ നമുക്ക് കാണാൻ തുടങ്ങിയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ ഒന്ന് കാണിച്ചു തന്നെ. എന്ത് ആവേശത്തിലാണ് നിങ്ങൾ തുടങ്ങി? എനിക്ക് കാണിച്ചു തരാനും ആവേശം വേണം. വെരി ഗുഡ്. ഇവിടെ ആരെങ്കിലും? ഇതാ പ്രകാശൻ സാർ, അടിപൊളി. ഇവിടെ വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെയായിരുന്നു ചിത്രം വരണ്ടിയിരുന്നത്. എന്താ പറ്റിയ? എങ്ങനെ? ആര് പറഞ്ഞിട്ടാ വിചാരിച്ചു? ഞാൻ പറഞ്ഞോ വിചാരിക്കാൻ? നിങ്ങൾ സ്വയം ചിന്തിച്ചല്ലേ? ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണോ? എന്തുകൊണ്ട് ചോദിച്ചില്ല? എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫ്രീ ആണ്, ടെൻഷനൊന്നും അടിക്കണ്ട, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. ഇപ്പൊ തോന്നിയില്ലേ വരച്ചാൽ അല്ല അന്ന് ചോദിച്ചാൽ മതിയായിരുന്നു? എന്താ നിങ്ങൾക്ക് കിട്ടിയ പ്രശ്നം? എന്താ അങ്ങനെയാ വന്നത്? എൻ്റെ തെറ്റാണോ അത്? നിങ്ങളുടെ തെറ്റല്ലേ? എന്തുകൊണ്ട് പറ്റി? മുൻധാരണ വെച്ചിരിക്കുന്നു. മുൻധാരണ വെച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ എന്ന് പറയും, ചിത്രം വരയ്ക്കുന്നതിന് മനുഷ്യൻ മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. കോടാനുകോടി ജീവികളില്ലേ? കണ്ണെന്ന് പറഞ്ഞപ്പോഴെങ്ങനെ ഇങ്ങനെ വന്നത്? മിനിമം ഈ ഇൻസ്ട്രക്ഷൻ മുഴുവൻ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് വരച്ചാൽ മതിയായിരുന്നില്ലേ? എന്നാലും കിട്ടുള്ളൂ ഈ ഉത്തരം. ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹം ഒന്ന് നിന്നേ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ്. ആശയവിനിമയം എന്ന് പറയുന്നത് വലിയൊരു ജനസമൂഹത്തെ നോക്കിയിട്ട് അവരോട് വലിയ പ്രസംഗിക്കലല്ല കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 2 കാതുകൾ മാത്രമല്ല മനസ്സും കൊടുത്തുകൊണ്ട് ശ്രവിക്കാനുള്ള കഴിവാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിക്കേഷനിൽ ബാരിയർ, തടസ്സങ്ങൾ വരുമ്പോഴാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള റിസൾട്ട് വരുന്നത്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങളോട് നിങ്ങളുടെ ഒരു കസ്റ്റമർ പറഞ്ഞ ഉടനെ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുമോ? അവരെ സ്പെസിഫിക്കേഷൻ ചോദിക്കൂലേ? വരക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളങ്ങ് വരച്ചു, ശരി തന്നെ. നിങ്ങൾ എന്നോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നു, ആത്മാർത്ഥമായിട്ട് എന്നോട് ആറ്റിറ്റ്യൂഡുണ്ട്, എല്ലാം സമ്മതിച്ചു. നിങ്ങൾ എത്ര തവണ ഞാൻ നിങ്ങളോട് നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് കിട്ടുന്നത് ഒരു ബന്ധമില്ലാത്തായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റൂലല്ലോ. കമ്മ്യൂണിക്കേഷനാണ് സെയിൽസിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.